السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദ് അവറുകൾ, വേദിയിലിരിക്കുന്ന സാദാത്യങ്ങൾ, തലകാപ്പ് സുന്നി സംഘകുടുംബത്തിൻ്റെ കാരണവന്മാർ, മുന്നിലിരിക്കുന്ന നാട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദുദ്യമം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് വലിയ ഒരു പ്രഭാഷണവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാസ്വാദനങ്ങളെല്ലാം നടക്കാനിരിക്കുന്ന വേദിയാണ്. എങ്കിലും തബറുക്കിന് വേണ്ടിയും നമ്മുടെ മദ്രസയെ പ്രതിനിധീകരിച്ചും സംസാരിക്കുക എന്നതാണ് താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യത്തെ നിലനിർത്തി കൊടുക്കുക എന്നുള്ളതാണ്. തലകാപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഈ നാട്ടിലേക്ക് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അസ്ഹാബികളെയും ഒരു വാക്കുകൊണ്ടോ ഒരക്ഷരം കൊണ്ടോ വേദനിപ്പിക്കാത്ത ഒരു സുന്നി സമൂഹമായി, ആ പാരമ്പര്യത്തിലായി ജീവിച്ചു പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ഒരു നാടിൻ്റെ ആത്മീയ ചൈതന്യത്തെ നിലനിർത്തി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന 3 സംവിധാനങ്ങളാണ് പള്ളി, മദ്രസ, ദർസ് എന്നുള്ളത്. അതിൽ സുന്നി സമൂഹത്തിന് എല്ലാ നിലക്കും അനുഗ്രഹീതമായ ഒരു പള്ളി നമുക്കുണ്ട്. 2 മദ്രസകൾ ഈ നാട്ടിലുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിലുള്ള മനോഹരമായ ദർസും നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ദർസ് ഒരു നാട്ടിൽ നിർവഹിക്കുന്ന ദഅവത്ത് എന്താണ്? ആ നാട്ടിൽ നിലവിലുള്ള ആത്മീയ ചൈതന്യത്തെ നിലനിർത്തി കൊടുക്കുക എന്നതാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ മരണം നടന്നാൽ അവിടെ ആ മയ്യത്തിനെ കബറിലേക്ക് എടുക്കും വരെ ആ വീട്ടിൽ ഖുർആൻ പാരായണം നടക്കണമെങ്കിൽ അവിടെ ഒരു ദർസ് ഉണ്ടായിരിക്കണമെന്നത് പഴയ കാലം മുതലേ നമ്മുടെ മുൻഗാമികൾ ചെയ്തു പോന്ന ഒരു നല്ല കാര്യമാണ്. ആ കാര്യത്തെ നിലനിർത്തുക എന്നതാണ് സയ്യിദു സാദാത്ത് എന്ന ദർസിലൂടെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാരമ്പര്യ സുന്നി വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും നാളെ ഏതെങ്കിലും ബിദഈകളോ അതല്ലെങ്കിൽ വിഘടന ശക്തികളോ വന്ന് മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ശേഷവും ഇന്നിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സുന്നി സമൂഹത്തിന് ശേഷവും തലകാപ്പിൽ ഒരു സുന്നി വിശ്വാസ ബോധമുള്ള ഒരു തലമുറ വളരണമെങ്കിൽ നമുക്ക് മദ്രസ സംവിധാനം അത്യാവശ്യമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആ വിശ്വാസധാരയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരണമെങ്കിൽ ഒരു മദ്രസ ഇവിടെ അനിവാര്യമാണ് എന്ന ബോധ്യത്തിലാണ് ഇവിടുത്തെ നല്ലവരായ മനുഷ്യരുടെ നേതൃത്വത്തിൽ അലവിയ സുന്നി മദ്രസ ഇവിടെ 6 മാസങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമാകുന്നത്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 6 മാസങ്ങൾ കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിലും വളരെ മനോഹരമായി തന്നെ നമ്മുടെ മദ്രസത്തുൽ അലവിയ ബഹുമാനപ്പെട്ട മമ്പുറം അലവി തങ്ങളുടെ പേരിലും ബഹുമാനപ്പെട്ട അലവി മുസ്ലിയാരുടെ പേരിലും ഈ 2 മഹാജന്മങ്ങളുടെ പേരിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ മദ്രസ സംവിധാനത്തിന് പേര് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ വലിയ തബറുക്ക് കൊണ്ട്, ബഹുമാനപ്പെട്ട സാദാത്യങ്ങളുടെ തബറുക്ക് കൊണ്ട് നമ്മുടെ മദ്രസ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ദർസും മദ്രസും വിജയകരമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ നാട്ടിൽ ഇനിയും ഈ 2 സംവിധാനങ്ങളെയും നമ്മൾ വളർത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ ദർസിനെയും മദ്രസയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്? അത് അറിവിന്റെ പ്രസരണ കേന്ദ്രങ്ങളായതുകൊണ്ടാണ്. ദർസിൽ നിരന്തരം കിതാബ് ഓതി കൊടുക്കുന്ന ഒരു ഉസ്താദും അത് കേൾക്കുന്ന ഒരു മുതഅല്ലിം സമൂഹവും ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീടുകൾ ഉണ്ടാകുമ്പോൾ ആ നാട്ടിൽ ആത്മീയപരമായി അറിവിന്റെ, അള്ളാഹുവിന്റെ നൂറിന്റെ കൊടുക്കൽ വാങ്ങലുകൾ സംഭവിക്കുകയാണ്. അള്ളാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാവാൻ, മഹാന്മാരുടെ മദതുണ്ടാകാൻ, നമ്മുടെ നാടിന് ഐശ്വര്യമുണ്ടാകാൻ അത് മതി. അതുപോലെ തന്നെയാണ് ആ പാരമ്പര്യത്തെ, ആ അഹ്ലുസുന്നയെ നിലനിർത്താൻ നമ്മൾ മദ്രസ ആരംഭിക്കുന്നതും. നമ്മളിവിടെ മദ്രസ ആരംഭിച്ചിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? നമ്മുടെ ആ ആശയങ്ങൾ എവിടെയാണ് ചോരുക? നമ്മുടെ ആശയങ്ങൾ ഉറക്കെ പറയാൻ സംഘടനകൾ പോലും വിജയിക്കുന്നത് മദ്രസകൾ ഉള്ളയിടത്താകുന്ന പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അധികാരത്തിന് വേണ്ടി
വേണ്ടി, അധികാര കസാരയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പ്രസംഗപീഠത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി തമ്മിലടിക്കാത്ത ഒരു അഹ്ലുസുന്നയുടെ ബോധമുള്ള മക്കൾ നമ്മുടെ പരമ്പരയിലൂടെ കഴിഞ്ഞു പോകണമെങ്കിൽ, ഇനി വരണമെങ്കിൽ അവർക്ക് ശരിയായ ഇൽമ് നേടിയെടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അൽഹംദുലില്ലാഹ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല, അത് വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ 6 മാസം മുമ്പ് ഈ മദ്രസ സംവിധാനം നിലവിൽ വരുന്നതിന് വേണ്ടി പല രീതിയിൽ സഹായിച്ച മനുഷ്യരുണ്ട്. ആ മദ്രസയുടെ പെയിന്റ് അടി സമയത്ത് ടൈൽസ് ഇടാൻ വേണ്ടി മേലോട്ട് ആവശ്യമായ ഫർണിച്ചറുകളെല്ലാം നൽകിയ ഒരുപാട് വിദേശത്തും സ്വദേശത്തുമുള്ള നല്ല മനസ്സിന്റെ ഉടമകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് നന്ദിയായി അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ തലകാപ്പ് എന്ന നാട്ടിൽ ഈ ഒരു പരിപാടി നടക്കുമ്പോൾ മറക്കാതിരിക്കാൻ കഴിയില്ല. എന്റെ പ്രിയ സുഹൃത്തായിരുന്ന മർഹൂം കടവണ്ടി അബ്ദുൽ വാഹിദ് മുസ്ലിയാർ വഫാത്തായിട്ട് 6 വർഷങ്ങളായി. ഇന്ന് നമ്മുടെ തലകാപ്പ് പള്ളിയുടെ സമീപത്തുണ്ട്. അല്ലാഹു അവിടുത്തെ ഖബർ ജീവിതം സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. മുതഅല്ലിമായിരിക്കെ ഞങ്ങളുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കെ, ചാപ്പനങ്ങാടി മസ്വാലിഹിൽ പഠിച്ചുകൊണ്ടിരിക്കെ മരണപ്പെട്ടു പോയവരാണ്. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ റബീഉൽ അവൽ പരിപാടിയുടെ ഭാഗമായി അവർക്ക് കുറഞ്ഞ ആളുകളൊക്കെ ചില സമ്മാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പേരെടുത്ത് പറയാൻ പറ്റുന്നവരുമല്ല ുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറുകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. നിർത്തുകയാണ്. കൂട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അൽഹംദുലില്ലാഹ് റബീഉൽ അവ്വലിന്റെ ഭാഗമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി ഈ വസന്തത്തിന്റെ രാവിലെ നിന്ന് നമ്മൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടി പറയുന്നുണ്ട്. വലിയ സന്തോഷത്തിലാണ് നമ്മൾ വളരെയധികം സൗഹാർദ്ദപരമായി ഐക്യത്തോടുകൂടി ചേർന്നിരുന്നുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ നമുക്ക് ഗസയിലെ അവസ്ഥകളെ പറയാതിരിക്കാൻ വയ്യ.
എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ മാസം കടന്നു വന്നപ്പോൾ അവരും തിരുമദ്ഹുകൾ ആലപിച്ചിട്ടുണ്ട്. അവരും മനസ്സിൽ വളരെയധികം സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ ഏതു സമയത്തും ബുള്ളറ്റുകളും മിസൈലുകളും വെടിയുണ്ടകളും തുളച്ചു കയറും. ഏതു സമയത്തും ഞാൻ നിൽക്കുന്ന ഈ അവസ്ഥയെ മറ്റൊരു അവസ്ഥയിലേക്ക് തകർത്തു തരിപ്പണമാക്കാൻ കഴിയുന്ന എല്ലാവിധ ആയുധങ്ങളും ഇവിടെ എത്തിച്ചേരുമെന്നുള്ള വലിയ ആശങ്കയിലാണ് അവരുടെ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ നേതൃത്വം നിർദ്ദേശിക്കുന്ന പ്രതിഷേധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. മറ്റൊന്ന്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുആ ചെയ്തു കൊടുക്കാൻ കഴിയും. ഫലസ്തീനിലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മനസ്സൊരുക്കി നമ്മുടെ കൂട്ടായതും ഒറ്റയായതുമായ പ്രാർത്ഥനകളിൽ അവരെ ചേർത്തി നിർത്താൻ കഴിയും. ആ പ്രാർത്ഥനയാണല്ലോ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആയുധം. ആ ആയുധത്തിന്റെ മേലെ വെക്കാൻ ഭൗതികമായ ശക്തികളുടെ ഒരു സംവിധാനങ്ങൾക്കും കഴിയില്ല എന്ന് മനസ്സിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ പരിപാടി വളരെ ധന്യമായ രീതിയിൽ ഇതിന്റെ സദസ്സും വേദിയും സജ്ജീകരിച്ച പ്രിയപ്പെട്ട സയ്യിദു സാദാത്ത് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പഠന പാഠ്യേതര വിഷയങ്ങളിൽ അഭിവൃദ്ധി നൽകുമാറാവട്ടെ, ഉന്നമനം നൽകുമാറാവട്ടെ എന്ന് ആശംസയായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.